ഹലോ മുത്തുമണികളെ, ഇന്ന് ഔട്ട്ഡോർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അതായത് ഇന്നലെ ഒരുത്തി ലൈവിലോ വീഡിയോയിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പണത്താവിൻ്റെ അടുത്ത് ചോദിക്കണം, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പണത്താവിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന്. ആരതിന് നിൻ്റെ പണത്താവ്? എടി ഈ പണത്താവ് അല്ലല്ലോ, ആളെ കയ്യിൽ നിന്ന് ആൾക്കാരെ പറ്റിച്ചും വഞ്ചിച്ചും ആണുങ്ങളെ അവരുടെ ഭാര്യമാരറിയാതെ അവന്മാരെ പറ്റിച്ചും വഞ്ചിച്ചും പണം വാങ്ങിച്ചത് നിൻ്റെ പണത്താവല്ലല്ലോ, നീയല്ലേ. നീ ഈ പറയുന്ന സ്നേഹതീരം എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് എന്ത് പറഞ്ഞും കൊണ്ടാണ്? നിൻ്റെ മക്കൾക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ഈ സമയത്ത് നീ ഈ പറയുന്ന പണത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതെന്തേ നീ നിൻ്റെ പണത്താവിൻ്റെ അടുത്ത് ചോദിക്കാതെ സ്നേഹതീരത്തിൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനാണ്? ഇനി സ്നേഹതീരം പൈസ തന്നപ്പോൾ രണ്ട് കൈയിൽ നീട്ടി ഒരു ഉളുപ്പും ഇല്ലാതെ വാങ്ങിച്ചത് എന്തിനാണ്? അയാൾ തന്നെന്ന് വെച്ചോ, അതെന്തിന് നീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയ എന്തിനാണ്? എന്തടിസ്ഥാനത്തിലാണ്, എന്ത് ബന്ധമാണ് നിനക്ക് അയാളുമായിട്ടുണ്ടായിരുന്നത്? നീ അയാൾ തന്ന ഉടനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതേ കണക്ക് നീയും നിൻ്റെ കൂടെയുള്ള നിൻ്റെ പണത്താവുണ്ടല്ലോ, നിൻ്റെ പണത്താവും കൂടി ചേർന്നിട്ടാണല്ലോ പറഞ്ഞത് അയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും, അയാളെ ഭാര്യേനെ ഞങ്ങൾ വിളിക്കട്ടെന്ന്. ഭാര്യേനെ വിളിച്ചിട്ട് എന്തേ ഭാര്യയ്ക്ക് അക്കൗണ്ടില്ലേ? ഭാര്യയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ ഇട്ട് കൊടുക്കാത്തത്? ഇന്നലെ എൻ്റെ ലൈവിൽ പബ്ലിക്കായിട്ടാണ് അവൾ വന്നിട്ട് പറഞ്ഞത്, അവളുടെ പണത്താവിൻ്റെ കയ്യിൽ നിന്ന് നീ പറ്റിച്ച്. എൻ്റെ അടുത്ത് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീനിനെ ഞങ്ങൾക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീന് മാന്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക, അതാണ് ഞങ്ങൾ ബീനിൽ കാണുന്ന ക്വാളിറ്റി. അതുകൊണ്ട് മാത്രം ഞാൻ പറയണില്ല. നീ പറ്റിച്ച് വാങ്ങിച്ച പണം ഷിയാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ നീ തിരിച്ചു കൊടുക്കും. കൊടുത്തില്ല എങ്കിൽ മോളെ മരണം വരെ നിന്നെ ഞാൻ വിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെ നിൻ്റെ ലൈവിൽ ഇന്നലെ നീ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൻ്റെ ലൈവിൽ ഒരുത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇതിൻ്റെ ഹെഡാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ നീ പെട്ടെന്ന് എൻ്റെ പണത്താവിൻ്റെ നമ്പറിൽ വിളിച്ചാലേ പണം കൊടുക്കൂ എന്ന് പറയണത്. ഇതുപോലെ നിൻ്റെ പണത്താവിൻ്റെ നമ്പറിൽ എന്നെ കൊണ്ടൊന്ന് വിളിപ്പിക്കാൻ വേണ്ടി നീ ഇതുപോലെ കളിച്ചത് തന്നെയാണ്. അപ്പം നിൻ്റെയൊക്കെ ട്രാപ്പിൻ്റെ അകത്ത് നിന്ന് ഞാനും ഐഷാനേഹയും സ്നേഹതീരവും ഒക്കെ പോന്നിട്ടുണ്ട്. ഊരിപ്പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ ഊരിപ്പോരലൊന്നുമല്ല ഊരിപ്പോയത്, വേരോടെ പറിച്ചെടുത്തും കൊണ്ടാണ് പോയത്. നിനക്കോ നിൻ്റെ ഗ്യാങ്ങിനോ ഇനി ഒരു തുള്ളി ഒരു മൊട്ടുപിന്നിൻ്റെ അത്ര പോലും ഞങ്ങളെയൊന്നും തൊടാനും പറ്റില്ല. പിന്നെ ഈ പറയുന്ന പെണ്ണുപിള്ളയൊക്കെ നിനക്ക് ഊതിക്കയറ്റി തരുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും നീ കിടന്ന് തിളയ്ക്കണത്. പക്ഷേ അഴിക്കകത്താകുമ്പോൾ നീ മാത്രമേ കാണൂ. അപ്പം ഈ പറയണ പണത്താവും കാണൂല, ഈ പറയണ നാക്കുളയും കാണൂല ഒരാൾ. പിന്നെ നീ വിരിക്കുന്ന വലയ്ക്കകത്തോട്ട് വീഴാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളാരും ഇരിക്കുന്നത്. ഇനി ഷിയാസിനെ നീ അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി നാറിയ കളി പലതും കളിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലത്തെ ലൈവിൽ നീ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഒരു തള്ള വിളിച്ചത്. ഏത് വിധേനയും നീ അയാളെ കൊടുക്കുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ കുടുക്കിയാലും ഊരിയെടുക്കാൻ അയാളുടെ ഇടവും വലവും ആളുകളുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കും. എന്തോ പറയുന്നുണ്ടായിരുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കടിയെന്ന്. കേസൊക്കെ ഞങ്ങൾ കൊടുക്കും, കേസിൻ്റെ അപ്പുറത്തുള്ളതും ഞങ്ങൾ കൊടുക്കും. കൊടുക്കലെന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര കൊടുപ്പായിരിക്കും മോളെ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇല്ലാത്ത അവിഹിതം പറയുന്ന നിനക്കില്ലാത്ത പേടിയൊന്നും ഉള്ള അവിഹിതം പറയണ എനിക്ക് വേണ്ട. പിന്നെ കോടതിയിൽ നമുക്ക് എന്താണ് ആവശ്യം? സാക്ഷികളും തെളിവുകളുമാണ്. ആ തെളിവുകളും സാക്ഷികളും ഒക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്തിനധികം പറയണു? ഇപ്പോൾ ഒരു 3-4 ദിവസത്തിന് മുമ്പ് എൻ്റെ ഷെഫീന താത്തയ്ക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഒന്നും അയക്കില്ല, ടൈപ്പിംഗ് മെസ്സേജ്. പക്ഷെ ടൈപ്പിംഗ് മെസ്സേജ് അയച്ചാലും
അത് ഏത് നമ്പറിലാണ് വന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂലേ? അപ്പോൾ എൻ്റെ ഷെഫീന താത്തേനെ വിളിച്ചിട്ട് വീണ്ടും എന്നെ ഒതുക്കണം എന്നും പറഞ്ഞും കൊണ്ട് പലരെയും സമീപിച്ച ആ പലരും എന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആ പലരിൽ നിന്നും ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ കേശ് കൊടുക്കും എന്ന് പറയുമ്പോൾ കേശിൽ നിങ്ങൾ കുടുങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇനി ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാനൊരു കാര്യം പറയാം. എടി പന്ന പുന്നര മോളെ, നീ സ്നേഹതീരത്തിൻ്റെ ക്യാഷ് കൊടുത്തില്ല എങ്കിൽ നിന്റെ കളവുകൾക്ക് മീതെ ഞാൻ ഉണ്ടാകും. അവിഹിത സന്തതിനെ ചുമക്കുന്ന നിനക്ക് ഇത്ര അഹങ്കാരമാണെങ്കിൽ എടി, ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് 6 മക്കളെ ഉണ്ടാക്കി 6 മക്കൾക്കും തിന്നാനായിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന എനിക്ക് എന്ത് അഹങ്കാരം കാണും? പിന്നെ ഈ പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. പാമ്പിനെ നമ്മൾ നോവിച്ചാൽ ഒറ്റയടിക്ക് അങ്ങ് അടിച്ചങ്ങ് കൊന്നേക്കണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? അതിങ്ങനെ പകയും കൊണ്ട് നടക്കും. അവസരം കിട്ടുമ്പോൾ കൊത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പിൻ്റെ കൊത്തക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കൊത്തൊക്കെയാണ്. അതുപോലത്തെ ഒരു ജനസിൽപ്പെട്ടതാണ് ഞാൻ. നീ എന്നെ വെറുതെ വാങ്ങിച്ചു. ഇനി നീ വിട്ടിട്ട് പോയാലും നിന്നെ ഞാൻ വിട്ടിട്ട് പോവില്ലല്ലോ മോളെ. അപ്പം നീ എങ്ങനെയൊക്കെ ആ പൈസ മുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാലും നീ ഇപ്പം സ്നേഹതീരത്തിൻ്റെ പൈസ നീ കൊടുക്കൂല എന്ന് നീ വാശി പിടിക്കുകയാണെന്ന് വെച്ചോ. ഇനി ഒരാളിനെ പറ്റിക്കാൻ ഞാൻ വിടൂല എന്ന് ഞാനും അങ്ങോട്ട് വാശി പിടിക്കും. മനസ്സിലായില്ലേ? അപ്പം എങ്ങനെയായാലും നഷ്ടം നിനക്ക് തന്നെ. ഇത് മാത്രം നീ ഒരു കൊച്ചിനെ പ്രസവിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നിനക്ക് തെണ്ടിയേ മതിയാകൂ. ആ തണ്ടലും ഈ തണ്ടലും എല്ലാ തണ്ടലും കൂടി നമുക്ക് കാണണം. എന്തൊക്കെയായി തീരുമോ എന്തോ. സമയമില്ലടേ. റോഡരികിലിരുന്നിട്ടാണ് ഈ വാചക കസർത്ത് മൊത്തം നടത്തുന്നത്. മോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ, എൻ്റെ മോനെ. പക്ഷേ ഭയങ്കര കൊണ്ടാണ്. അവൻ്റെ ഉപ്പാനെ പോലത്തെ സ്വഭാവവും. പാവമാണോയെന്ന് ചോദിച്ചാൽ ഭയങ്കര പാവമാണ്, ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എന്നാലും ഞാൻ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര വെപ്രാളമാണ്. വേണ്ട ഉമ്മച്ചി ചെയ്യണ്ട, ഉമ്മച്ചി അത് ചെയ്യണ്ട, ഉമ്മച്ചി ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് എന്നെ ജോലി എടുക്കാൻ വേണ്ടിയിട്ട് വിടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വയ്യ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ട് വീട്ടിലാക്കുമോ എന്ന് ചോദിച്ചു. കൂട്ടത്തിൽ ഇവനെയും ഞാൻ കൊണ്ടൊന്ന് വീട്ടിലാക്കിയിട്ട് വന്നു. മക്കൾക്ക് പരീക്ഷ ആയതുകൊണ്ട് പകുതി മക്കൾ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, 3 പേർക്ക് രാവിലെയും 3 പേർക്ക് ഉച്ചയ്ക്കുമാണ്. അപ്പോൾ ബാക്കി മക്കളും ഉണ്ട്. അവനെ പിന്നെ അങ്ങ് കിടന്ന് ഉറങ്ങിക്കോളൂ. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ വീണ്ടും വന്നതാണ് കടയിൽ. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നല്ല ഔട്ട്ഡോർ സൈഡ്. അപ്പോൾ പിന്നെ വിചാരിച്ച് നമ്മുടെ തമ്പുരാട്ടിക്കൊരു മറുപടിയല്ല, ഇത് വാണിങ്ങാണ് മോളെ, വാണിങ്ങാണ്. നിൻ്റെ പുക കണ്ടേ ഞാൻ അടങ്ങും. അല്ല, പുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, നിന്നെ കുഴി കൊണ്ട് വെച്ചേ ഞാൻ അടങ്ങും. നിൻ്റെ നാശം കണ്ടേ ഞാൻ അടങ്ങും. പൊന്നു മോളെ, നിൻ്റെ നാശം കണ്ടേ ഞാൻ അടങ്ങും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞാനാണ് നിന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്, ഞാനാണ് നിനക്കെതിരെ സംസാരിക്കുന്നത്, ഞാനാണ് നിൻ്റെ കളവുകൾ മുഴുവൻ വലിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവും ഇല്ലാതെ പാവത്തങ്ങളായിട്ടുള്ള ആളുകളുടെ മെക്കിട്ട് വലിഞ്ഞിട്ട് കയറുന്ന നിനക്ക് ഞാനാണ് അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ വീഡിയോ ഇല്ല, ലൈവിലെങ്ങാണ്ട് എന്തോ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ മണകുണാഞ്ചൻ സ്നേഹതീരം, നീ എന്തിനാണ് 24 മണിക്കൂർ സ്നേഹതീരത്തിൻ്റെ പിന്നാലെ പോകുന്നത്? അയാൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ എന്തോ പറയുന്നുണ്ടായിരുന്നു, പിന്നെ സഹോദരീനെ പോലെ ഈ വല്ലപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. നിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. നിൻ്റെ ആരാണ് അയാൾ? നിൻ്റെ കാര്യം അന്വേഷിക്കാൻ? എടി, അയാളെ നാട്ടിൽ പോയി നീ അന്വേഷിച്ചാൽ അറിയാം, അയാൾക്ക് ഇഷ്ടം പോലെ സഹോദരിമാരാണ്. അവരുടെ കുടുംബം എന്ന് പറയുന്ന ചില്ലറ കുടുംബമൊന്നുമില്ല.
അമ്മാതിരി അവരുടെ വാപ്പാരെ ഉമ്മാൻ്റെ ഒക്കെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊക്കെ ഉണ്ട്. അവർക്ക് അതിൽ നിന്നൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് സഹോദരിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രം അയാളെ അത്രയേറെ സ്നേഹിക്കുന്ന വേറെ ഒരുപാട് സഹോദരിമാർ, ഞങ്ങളെപ്പോലുള്ള വേറെ ഒരുപാട് സഹോദരിമാർ അയാളുടെ മുന്നിലും ഉണ്ട്. പിന്നെ നിന്നെപ്പോലൊരു വൃത്തികെട്ട മോഹനെ സഹോദരിയാക്കി വെക്കാത്തതുകൊണ്ടാണ് അയാൾക്ക്. നീയാണ് 24 മണിക്കൂർ അയാളെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ശല്യം. അത് കോൾ റെക്കോർഡ് എടുക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ കോടതിയിലല്ലേ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫോണിൽ നിന്ന് കോൾ റെക്കോർഡുകൾ എടുക്കും. ഇതൊക്കെ കേസായി അന്വേഷണമായി. അങ്ങനെ അന്വേഷണങ്ങൾ വരുന്ന സമയങ്ങളിൽ നിസ്സാര കേസുകളല്ലല്ലോ. കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളെയൊക്കെ കൈവിട്ടു പോകുന്ന കളികളാണല്ലോ. കൈവിട്ടു പിന്നെ അത് നമുക്ക് കൈവിടും. അപ്പോൾ ആ ഒരു സമയത്ത് അയാളുടെ ഫോണിൽ അയാൾ നിന്നെയാണോ വിളിച്ചത്, നീ അയാളെയാണോ വിളിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതിൽ നിന്ന് തെളിയും. അതേ കണക്ക് തന്നെ ഞാനെന്തോ നിന്നെ വിളിച്ച് ഭയങ്കര സൗഹൃദം ഉണ്ടാക്കിയെന്നോ, ഞാൻ നിന്നെ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നു. എനിക്കിവിടെ എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും കാര്യം അന്വേഷിക്കാൻ എന്നെ നേരം തികയുന്നില്ല. പിന്നെ എവിടെയോ പഴുത്ത് കിടക്കുന്ന അലവിലതി പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ആളുകളുടെയൊക്കെ പിന്നാലെ സുഖവിവരം അന്വേഷിച്ച് നടക്കലൊന്നുമില്ല എൻ്റെ ജോലി. മനസ്സിലായ? എനിക്കൊരുപാട് സഹോദരങ്ങളും ബന്ധുക്കളും സ്വന്തക്കാരും പരിസരവാസികളും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ വിട്ട് ഒരു വകയ്ക്കും കൊള്ളാത്ത പന്ന അലവിലതി കുഹവും മോളായ നിൻ്റെ പിന്നാലെ നിൻ്റെ സുഖവിവരം അന്വേഷിച്ചും കൊണ്ട് ഞാൻ വന്നെന്ന്. ഞാനതിന് എപ്പം നിന്നെ വിളിച്ചത്? നീയാണ് 24 മണിക്കൂർ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട്, അതും ഞാനുള്ളപ്പോഴാണ്, ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് കൊഞ്ചാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയതാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് എന്തായാലും ലോല ഹൃദയനായ ഒരു ഇക്ക അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം സ്നേഹതീരം കേൾക്കുന്ന പഴിയൊന്നും എൻ്റെ മനുഷ്യൻ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇനി നീ എത്ര പഴി പറഞ്ഞ് എന്തൊക്കെ അയാളുടെ പേരിൽ നീ ചാർത്തി കൊടുത്താലും അയാളുടെ നിഴലി ചവിട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല. മനസ്സിലായോ?